ഒരു മാസത്തിനിടെ നടന്ന 2 സ്വർണ്ണ കവർച്ചകളിലെയും പ്രതികളെ കയ്യോടെ പൊക്കി നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുത്തു നൽകി ഗുരുവായൂർ പോലീസ്. ഏപ്രിൽ 28-ന് നടന്ന കഴുമല്ലൂർ ക്ഷേത്ര തിരുവാഭരണ കവർച്ചയിലെയും മെയ് 7-ന് നടന്ന അരിയന്നൂരിലെ ഡോക്ടറുടെ വീട്ടിലെ സ്വർണ്ണ കവർച്ചയുടെയും പ്രതികളെയാണ് ഗുരുവായൂർ പോലീസ് അതിവേഗം അറസ്റ്റ് ചെയ്തത്. കഴുമല്ലൂർ ക്ഷേത്രത്തിലെ ഓഫീസ് റൂം കുത്തിത്തുറന്ന് അലമാരിയിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന 7 പവൻ സ്വർണ്ണാഭരണങ്ങളും 1,20,000-ഓളം രൂപയുമാണ് കവർച്ച ചെയ്തിരുന്നത്. ദിവസങ്ങൾക്കകം സംഭവത്തിന്റെ പ്രതിയായ ഓട്ടോ സുഹൈൽ എന്ന സുഹൈലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കമ്മീഷണർ നകുൽ രാജേന്ദ്രൻ ദേശ്മുഖ്, സ്പെഷ്യൽ ബ്രാഞ്ച് ACP സേതു, ഗുരുവായൂർ ACP സുരേഷ് എന്നിവരുടെ മേൽനോട്ടത്തിൽ ഗുരുവായൂർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ വിപിൻ വേണുഗോപാൽ, SI മഹേഷ്, ASI മനോജ്, ഉഷ, ASI PK പഴനിസ്വാമി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സജീവ് ചന്ദ്രൻ, കൃഷ്ണപ്രസാദ്, റജിൻ തുടങ്ങിയവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അതിവേഗം അറസ്റ്റ് ചെയ്തത്. അരിയന്നൂരിലെ ഡോക്ടറുടെ വീട്ടിൽ നിന്ന് 14 പവനോളം സ്വർണമാണ് കവർന്നിരുന്നത്. CCTVയിൽ പതിഞ്ഞ ചിത്രം കേന്ദ്രീകരിച്ച് അന്വേഷണം മുറുകുന്നതറിഞ്ഞ് പ്രതി മോഷ്ടിച്ച സ്വർണത്തിലെ 12 പവൻ മാപ്പപേക്ഷയോടെ മോഷണം നടത്തിയ വീട്ടിൽ തന്നെ തിരിച്ചു കൊണ്ടുവന്നു വെച്ച രസകരമായ സംഭവവും ഇതിലുണ്ടായി. ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ ഈ സംഭവത്തിലും പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മോഷ്ടിച്ച സ്വർണമെല്ലാം കണ്ടെത്തുകയും ചെയ്തു. മോഷ്ടാവിൻ്റെ സഹായിക്കായി അന്വേഷണം തുടരുന്നുണ്ട്. ഗുരുവായൂർ പോലീസ് ഇൻസ്പെക്ടർ വിപിൻ K വേണുഗോപാൽ, സബ് ഇൻസ്പെക്ടർ U മഹേഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ രജനീഷ്, വിഷ്ണു, ജോസ് പോൾ, ജോമോൻ, ലാൽ എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നത്. 2 സ്വർണ്ണ കവർച്ചാ സംഭവത്തിലും പ്രതികളെ അതിവേഗം പിടികൂടാനായി എന്നത് ഗുരുവായൂർ പോലീസിന്റെ അന്വേഷണ മികവിന് പൊൻതൂവലായി.